തിരുവനന്തപുരം പാറശാലയിൽ +1 വിദ്യാർത്ഥിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. പാറശാല കൊറ്റാമം മഞ്ചാടി കോളനിയിൽ അജി ധന്യ ദമ്പതികളുടെ മകൻ നിരഞ്ജനാണ് മരിച്ചത്. അരുൺ മോഹൻ വിവരങ്ങളുമായി. അരുൺ, എന്താണ് പോലീസ് ഈ സംഭവത്തെക്കുറിച്ച് പറയുന്നത്? ശ്രീജ, ഈ പറയുന്ന പാറശാല കൊറ്റാമം മഞ്ചാടി കോളനിയിലെ അജി ധന്യ ദമ്പതികളുടെ മകൻ നിരഞ്ജൻ എന്ന +2 വിദ്യാർത്ഥിയാണ് വീട്ടിലെ ശുചിമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതനുസരിച്ച് വീട്ടിൽ കഴിഞ്ഞ ദിവസം അമ്മയുമായി ഒരു പിണക്കത്തിൽ ഇടവന്നിരുന്നു. സഹോദരന്റെ ഫിഷ് ടാങ്ക് പൊട്ടിച്ചതുമായി ബന്ധപ്പെട്ടുള്ള ഒരു തർക്കവും ശകാരവും ഒക്കെ ഉണ്ടായിരുന്നു. ഇതിൽ മനംനൊന്തായിരിക്കാം ഇത്തരമൊരു കൃത്യത്തിലേക്ക് ഇയാൾ എത്തിയതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും കുട്ടിയുടെ മൃതദേഹം പാറശാല മോർച്ചറിലാണുള്ളത്. ഈ പറയുന്ന വീട്ടുകാർ കാണുന്ന സമയത്ത് കുട്ടിക്ക് വളരെ പ്രതീക്ഷയോടുകൂടിയായിരുന്നു ഈ കുട്ടിയെ കണ്ടത്. തുടർന്ന് തൂങ്ങി നിൽക്കുന്ന കുട്ടിയെ കെട്ടിടത്ത് ആശുപത്രിയിൽ എത്തിക്കുകയാണ് ചെയ്തത്. എന്തായാലും ഇപ്പോൾ മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നു എന്ന് അറിയുന്നു. മറ്റു നടപടികൾ പാറശാല പോലീസ് ചെയ്തു വരുന്നു. ശ്രീജ, അരുൺ, മറ്റൊരു വാർത്ത കൂടി അവിടെ നിന്ന് നെയ്യാറ്റിൻകരയിൽ നിന്ന് വരുന്നുണ്ടല്ലോ. വെള്ളറടിയിൽ 11 വയസ്സുകാരിയെ പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാക്കിയ രണ്ടാനച്ഛൻ പിടിയിലായി എന്നതാണ് വാർത്ത. പത്തനംതിട്ട സ്വദേശിയാണ് പിടിയിലായത്. ചൈൽഡ് ലൈൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പ്രതി പിടിയിലായത്. എന്താണ് വിവരങ്ങൾ, അരുൺ? ശ്രീജ, ഇത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ വെള്ളറട സ്വദേശിയായ യുവാവ്, ഇയാൾ രണ്ടാനച്ഛനാണ്. ഈ പറയുന്ന വെള്ളറടയിലെ ഒരു യുവതിയുമായി, അവരെ വീട്ടുജോലിക്കൊക്കെ പോകുന്ന ഒരു യുവതിയുമായി കൂടെ താമസിച്ചു വരികയായിരുന്നു. രണ്ടാനച്ഛനാണ്. ഈ കുട്ടിയുടെ ആദ്യ ഭർത്താവിനുള്ള കുട്ടിയെയാണ്, 11 വയസ്സുകാരിയ കുട്ടിയാണ് ഇയാൾ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയത്. തുടർന്ന് കുട്ടിയുടെ മാനസിക നില മനസ്സിലാക്കിയ അധ്യാപകർ ചൈൽഡ് ലൈനിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ചൈൽഡ് ലൈൻ നടത്തിയ അന്വേഷണത്തിലായിരുന്നു ഈ പ്രതിയിലേക്ക് എത്തിയത്. എന്തായാലും വെള്ളറട പോലീസ് കേസെടുത്തു. ഇപ്പോൾ ഇയാളെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ശ്രീജ, അരുൺ മോഹനാണ് വിവരങ്ങൾ നൽകിയത്.